എൻ്റെ ഋത്തിക്ക് ഞാൻ ഓൾറെഡി ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു 3-4 വർഷത്തിൻ്റെ അടുത്ത് ആവാറായി. 3 വർഷം ആയിരിക്കും മാക്സിമം. ഓൾറെഡി ഞാനൊരു ആക്സിഡൻറ്റ് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എടുത്തത്. എൻ്റെ ചേട്ടനാണ് എനിക്ക് കോഴ്സിനെ പറ്റി പറഞ്ഞു തന്നത്. ഇപ്പോൾ SEOൻ്റെ തന്നെ എനിക്കൊരു 2 വർഷത്തിനടുത്ത് എക്സ്പീരിയൻസ് ഉണ്ട്. ബാക്കി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിട്ടാണ്, അതായത് ഇൻ ഹൗസ് ആയിട്ടാണ് മാർക്കറ്റിംഗ് ഏജൻസിയിൽ 2 വർഷത്തിനടുത്ത് എക്സ്പീരിയൻസ് ആവാറായി. മെയിനായിട്ട് എനിക്ക് കമ്പ്യൂട്ടറിൻ്റെ ബേസ് പോലും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കോഴ്സിനെ പറ്റി അന്വേഷിച്ചപ്പോൾ ആക്സിഡൻ്റ് ആയ സമയത്ത് എനിക്ക് വേറെ ജോലിയെ പറ്റി ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്താൽ കൊള്ളാമെന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിനെ പറ്റി പറഞ്ഞത്. അതായത് മെയിനായിട്ട് ഇതിൻ്റെ ബേസായിട്ട് കമ്പ്യൂട്ടർ നോളജ് ഒന്നും വേണ്ട. നമുക്ക് അറ്റ്ലീസ്റ്റ് സിമ്പിളായിട്ട് വേണ്ടത് പഠിക്കാനുള്ള ഒരു ഇത് മാത്രം മതി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ കോഴ്സ് പഠിക്കുന്നത്. പിന്നെ അപ്പോൾ ആ ഒരു ടൈം ആയത് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ട് രോഹിത്താണ് പഠിപ്പിച്ചത്. രോഹിത് സാറാണ് പഠിപ്പിച്ചത്. ആള് കറക്റ്റ് ടൈമിൽ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് പഠിപ്പിച്ച് തന്നായിരുന്നു. അങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ തന്നെ ഇൻറ്റേൺഷിപ്പിലേക്ക് വന്നു. ഇൻറ്റേൺഷിപ്പിലേക്ക് ഞാൻ ഓഫ്ലൈനാണ് ചൂസ് ചെയ്തത്. കാരണം കുറച്ചും കൂടി എനിക്ക് അത് ടെക്നിക്കലി എങ്ങനെയാണെന്ന് അറിയണമായിരുന്നു. ഇൻറ്റേൺഷിപ്പിൻ്റെ ടൈമിൽ തന്നെ അപ്പോൾ തന്നെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ 2-3 സ്ഥലത്ത് കിട്ടി. ഓൾറെഡി ഞാനൊരു സ്ഥലത്ത് ഇൻ ഹൗസ് ആയിട്ട് വർക്ക് ചെയ്ത് പഠിച്ചു പോയതൊരു ബേസ് പ്രോപ്പറായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് എന്ന രീതിയിൽ, അതായത് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന രീതിയിൽ കോൺഫിഡൻസ് ആണ് നമുക്ക് ഇവിടുന്ന് ബിൽഡ് ചെയ്തത്. നമുക്ക് അവിടെ പോയ സമയത്ത് എല്ലാ സ്ഥലത്തും എത്തിയ സമയത്ത് ഒറ്റക്കായിരുന്നു. കാരണം വേറെ ആരും ഹെൽപ്പ് ചെയ്യാനില്ലായിരുന്നു. അപ്പോൾ മെൻറ്റർ എന്ന രീതിയിൽ ഞാൻ പിന്നെയും വിളിക്കുന്നത് രോഹിത് സാറിനെ തന്നെയാണ്. ആളെ വിളിച്ചിട്ട് വല്ലാണ്ട് ശല്യപ്പെടുത്തും. ക്ലാസ് ടൈം ഒക്കെ വിളിച്ച് ശല്യപ്പെടുത്തും. ഫോൺ എടുത്തില്ലെങ്കിൽ വൈകിട്ട് ലാപ്പിലും ഇങ്ങോട്ടേക്ക് വരും. അങ്ങനെ 2-3 ദിവസം. പിന്നെ അത് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടി വിട്ടത്. പിന്നെ അത് കഴിഞ്ഞ് അപ്ഡേറ്റ്സ് അറിയേണ്ടിയിട്ട് വിളിക്കാറുണ്ട്. ആൾ പറഞ്ഞു തരാറുണ്ട്, പ്രോപ്പറായിട്ട് പറഞ്ഞു തരും. പിന്നെ എവിടെയെങ്കിലും സ്റ്റെപ്പായി പോയിട്ടുണ്ടെങ്കിൽ ആളെ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ ആൾ കറക്റ്റായിട്ട് പറയാം. ഒന്ന് അണ്ടറിൽ പ്രൊജക്റ്റ് കൂടിയ സമയത്ത് ഞാൻ ഇവിടെ തന്നെയാണ് എംപ്ലോയീസിനെ ഹയർ ചെയ്തത്. അതായത് സൂപ്പിൽ തന്നെ പഠിച്ചിറങ്ങിയ പിള്ളേരെയാണ് ഞാൻ എടുത്തത്. ഓൾറെഡി ഞാൻ രോഹിത്തിനോട് വിളിച്ച് ചോദിക്കും, ആ എംപ്ലോയീസ് എങ്ങനെയുണ്ട്, ആ സ്റ്റുഡൻറ്റ് എങ്ങനെയുണ്ടായിരുന്നു, ആൾ സെറ്റാണോ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ, ആൾ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കറിയാം എത്രത്തോളം ഞാൻ കുട്ടിക്ക് ഔട്ട് കൊടുക്കേണ്ടി വരും, എത്രത്തോളം എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയാം.